ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഫാദർ, യുവർ കിങ്ഡം കം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം വിസ്തീരിക്കണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. അപ്പോൾ ദൈവരാജ്യം എന്നാൽ എന്തെന്ന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർ ആർ 3 types ഓഫ് കിങ്ഡം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സ്പിരിച്വൽ കിങ്ഡം, മില്ലേനിയം കിങ്ഡം, ഇറ്റേണൽ കിങ്ഡം. സ്പിരിച്വൽ കിങ്ഡത്തിൽ അവകാശികൾ ആരൊക്കെയാണ്? ഹൂ വിൽ എൻ്റർ ഇൻ ടു ദ സ്പിരിച്വൽ കിങ്ഡം? ഹൂസ് നെയിം വിൽ ബി റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്. അതാണ് പഠിപ്പിക്കുന്നത്. അതിന് 3 കാര്യം വേണം. 1 റിപ്പൻറ്റൻസ്, 2 ബാപ്റ്റിസം, 3 ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ പാസ്പോർട്ട്, പിന്നെ ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ടിക്കറ്റ്, ആൻഡ് വീസ അതിന് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാ. ഇതുള്ളവരാണ് സ്വർഗത്തിലേക്ക് യേശു വരുമ്പോൾ പറന്നുയരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ആ മാളിക മുറിയിൽ വന്നു. എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എന്നിട്ട് അവിടെ 3000 പേര് വന്നു. അവരെല്ലാം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വേണോ? ഞങ്ങൾ ലഭിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ബാപ്റ്റിസം എടുക്കണം. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് അഭിഷേകം തരും, പരിശുദ്ധാത്മാവിന് ദാനങ്ങളെല്ലാം തരുമെന്ന് പറഞ്ഞ് അന്ന് എത്ര പേരാണ്? 3000 പേര് സ്നാനപ്പെട്ടു. ഈ വചനം കേട്ടിട്ട് 3000 പേര് വെള്ളത്തിലിറങ്ങി. എത്ര ദിവസമാണ്? ഒരു ദിവസം കൊണ്ട് തീരുകയല്ലായിരിക്കും, അത്രയ്ക്ക് സ്നാനമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് 4 അപ്പോസ്തല പ്രവൃത്തി 3, 4, 5 പിന്നെ മുഴുവൻ ഇത് സ്നാനത്തിൻ്റെ കാര്യമാണ്. അപ്പോസ്തലന്മാർ ഈ സുവിശേഷം പറഞ്ഞു. ഒത്തിരി പേര് സഭയോട് ചേർന്നു. ഗോഡ് സ്റ്റാർട്ടഡ് ആഡിങ്. they were not Christians, they are non-Christians. അവരെല്ലാം ബിലീവ് ചെയ്ത് കർത്താവിൻ്റെ വചനം കേട്ട് അവരെല്ലാം രക്ഷിക്കപ്പെട്ട് അവർ സഭയിലേക്ക് ചേർന്ന്. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഭയങ്കരമായിട്ട് ഒരു റിവൈവൽ. അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതെല്ലാം ഇന്നും സംഭവിക്കുന്നു. അപ്രകാരമാണ് നമ്മൾ ഈ സുവിശേഷം പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താവശ്യമാണ്? സോ യേശു പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 16:7 പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ, അതായത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അങ്ങനെ കണ്ടോ, പരിശുദ്ധാത്മാവ് വന്നാൽ ഇനിയിപ്പം ആരാണ് നമ്മുടെ കൂടെയുള്ളത്? ആരാണ് സഭയെ നയിക്കുന്നത്? സോ എല്ലാവർക്കും അറിയാം, സ്വർഗസ്ഥനായ ദൈവം, ഗോഡ് ദ ഫാദർ, ഈസ് ദ ക്രിയേറ്റർ ആൻഡ് ഈസ് ദ ബോസ്. ലൈക്ക് ആമേൻ. എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻസിന് പോലും പരിശുദ്ധാത്മാവ് ആരാണെന്ന് ശരിക്കും അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങളെ പരിശുദ്ധാത്മാവ് ആരാണെന്ന് പഠിപ്പിക്കാം. എൻ്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്, വിവരിച്ച് ഞാൻ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ പ്രോമിസ്, ഏപ്രിൽ മുഴുവൻ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ പവർ ഇൻ ദ സ്പിരിറ്റ്, പവർ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക്, ശക്തമായ ബുക്ക്, ആത്മാവിൻ്റെ നദിയെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാം. പിന്നെ അപ്പോൾ യേശു പറയുകയാണ്, nevertheless I tell you the truth, it is to your advantage that I go away, for if I do not go away, the helper will not come to you, but if I depart, I will send him to you എന്ന്. അപ്പോൾ 16:7 പറയുകയാണ്. സോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോയിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കാം. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്നൊക്കെ യേശു പറഞ്ഞു. എന്ത് നല്ല സേവ്യറാണ്, എന്ത് നല്ല സ്നേഹമയ്യ ഒരു ദൈവമാണ് നമുക്കുള്ളത്. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവിനെ യേശു പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അയച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സോ നമുക്ക് പരിശുദ്ധാത്മാവ് എത്രയോ ആവശ്യമാണ്. സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ, ഓക്കെ, നമ്മുടെ ഉള്ളിലും ഉണ്ട്. സ്വർഗസ്നായ പിതാവ് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. യേശു ക്രിസ്തു മരിച്ച് ഉയർത്ത് എഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പക്ഷേ വേർ ഈസ് ദ ഹോളി സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ഇൻ ഹെവൻ, ഹോളി സ്പിരിറ്റ് ഈസ് ഹിയർ ഓൺ എർത്ത്. ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെയാണ്, എല്ലാ വിശ്വാസിയുടെയും കൂടെയാണ്. ഇപ്പോൾ റിപ്പൻറ്റ് ബാപ്റ്റൈസ് ചെയ്തവരുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് തരും. അത് നമ്മൾ വിശ്വസിച്ച്, എല്ലാം വിശ്വാസത്താലാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ആത്മാവാണ് നയിക്കുന്നത്. ദ ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് അസ്. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ അതല്ലേ പറയുന്നത്, എന്നും ഹോളി സ്പിരിറ്റിനെ ഞാൻ എന്നും കൂട്ടുപിടിക്കും. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ തിങ്. പഴയ നിയമത്തിലൊക്കെ അവർ ഇറ്റ്, അത് ഇതെന്നൊക്കെ പറയുമായിരുന്നു.
പക്ഷേ ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മുമ്പ് ഞാൻ വെച്ചിരിക്കുകയാണ്. യേശു പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ യേശു ഉണ്ട്, പിതാവും ഉണ്ട്, അവർക്ക് സെപ്പറേഷൻ ഇല്ല. സോ വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് ഇൻസൈഡ് us, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് വിൽ കം ഇൻസൈഡ് us. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14:23 യേശു പറയുന്നത്, നിങ്ങൾ എന്നെ അനുസരിച്ച്, ഇഫ് യു ഒബേ മീ, ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മീ. ഓക്കെ, സ്നേഹിച്ചാൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അനുസരിക്കും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മീ. ഇഫ് യു ഡു ദാറ്റ് വി വിൽ കം ആൻഡ് മേക്ക് അവർ ഹോം വിത്ത് യു. വി എന്ന് പറഞ്ഞാൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുന്നു. എന്ത് വലിയ ശക്തിയാണല്ലേ! അപ്പം നമ്മൾ ആരായിത്തീരും? നമ്മൾ പവർ സ്റ്റേഷനാകും. പവർഫുൾ ഗോഡ്, omnipotent, omnipresent, omniscient God is coming to us. Amen. Within us, and He is reigning with us. So how powerful we are. Outside weak ആയിരിക്കും, പക്ഷേ inner the spirit is very very powerful. അപ്പം നമ്മൾ ആത്മാവിനെ അനുസരിച്ച് പിന്നെ നടക്കാൻ സഹായിക്കുക. ആത്മാവ് പറയും ഇത് തെറ്റാണ്, നീ അവിടെ പോകരുത്, ഇങ്ങോട്ട് പോവുക, അങ്ങോട്ട് തിരിയുക. ഈ ഗൈഡാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഈസ് എ ഗൈഡ്, ഈസ് എ പേഴ്സൺ, ഈസ് എ ഹെൽപ്പർ, ഈസ് നോട്ട് വിൻഡ്. ബൈബിളിൽ ഒരു വിൻഡിനോട് കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഫയറിനോട്, ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു തീ അല്ലെങ്കിൽ ഓയിൽ, ഇങ്ങനെ എണ്ണ, വെള്ളം, നദി, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീസ് നോട്ട് ഓയിൽ, ഹീസ് നോട്ട് ഇറ്റ്, അതല്ല. ഹീ ഈസ് നോട്ട് വിൻഡ്, നോട്ട് ഫയർ, നോട്ട് ഓയിൽ. ഹീ ഈസ് എ പേഴ്സൺ. ഹീ ഈസ് ഓംനിപൊട്ടൻറ്റ്, ഓംനിപ്രസൻറ്റ്, ഓംനിസെൻറ്റ് ഗോഡ്. സർവശക്തനായ ദൈവം യേശുക്രിസ്തു എങ്ങനെയാകുന്നു അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അങ്ങനത്തെ ഒരു പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴെന്താണ്? സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ്? വി ബിക്കം ഡിഫറെൻറ്റ്, വി ബിക്കം വെരി പവർഫുൾ. ദ റെസറക്റ്റഡ് പവർ വിൽ ബി ദ. പുനരുത്ഥാന ശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ അസുഖം ഉണ്ടായിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും, തളർച്ച ഉണ്ടായിരിക്കും, ക്ഷീണം ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് പറയും. ഹീ ഹു ഈസ് ഇൻ മീ ഈസ് ഗ്രേറ്റർ ദാൻ ഈസ് ഇൻ ദ വേൾഡ് എന്ന് പറയും നമ്മൾ. അങ്ങനെ വാക്യം പറഞ്ഞ് ഇത് ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ എന്ത് പവറാണ് കിട്ടുന്നത് അല്ലേ! എനിക്കിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് കൂടുതൽ പവർ വരുന്നത്. ദ ബോഡി ഈസ് ഗെറ്റിംഗ് വീക്ക്, ബട്ട് ദ ഇന്നർ മാൻ ഈസ് സ്ട്രെങ്തൻഡ്. അതിങ്ങനെ ഇങ്ങനെ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ഇത്രയും യാത്ര ചെയ്യുന്നതെന്ന് അല്ലേ. ഒരു ഈ ഇടയ്ക്ക് ഡൽഹി പോയി വന്ന ഉടനെ തായ്ലൻഡിലേക്ക് പാക്ക് ചെയ്യുകയാണ്. തായ്ലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരേക്ക് പോവാണ്, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോവാണ്. ഇങ്ങനെ കർത്താവ് ഓടിക്കുന്നു. ഇതെവിടെയാണ് ഈ ശക്തി? ഈ ശക്തി ആരാണ്? ഇന്നർ മാൻ. ഹോളി സ്പിരിറ്റ് ഈസ് ഗിവിങ് ദിസ് പവർ. ആർക്കാണ് ഇത്രയും? എനിക്ക് മലയാളം ഒന്നും അത്രയും അറിയില്ല കേട്ടോ. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ട് എല്ലാം പുറത്തായിരുന്നു. ഞാൻ തമിഴ്നാട്ടിലായിരുന്നു, പിന്നെ കർണാടകയിലായിരുന്നു, പിന്നെ ഹൈദരാബാദിലായിരുന്നു മോസ്റ്റ് ഓഫ് മൈ ഇയേഴ്സ്. 20 വയസ്സ് തുടങ്ങി ഇപ്പം വരെ ഞാൻ ഹൈദരാബാദിലാണ്. അപ്പോൾ എനിക്ക് തെലുങ്ക് അധികം അറിയാം, പിന്നെ ഇംഗ്ലീഷും ഒക്കെയാണ്. പക്ഷേ ഈ മലയാളം പഠിപ്പിക്കുന്ന ആരാണ്? ഈ മലയാളം നിങ്ങളോട് ഇപ്പോൾ ഫ്ലുവൻ്റായിട്ട് പറയുന്നില്ലേ, അത് പരിശുദ്ധാത്മാവാണ്. ഇത്രയും ഒരു ഫ്ലോ തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതിന് ഞാൻ ഹോളി സ്പിരിറ്റിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ്. ഇതെല്ലാം ഗ്രേസ് ഓഫ് ഗോഡാണ്. ഹല്ലേലൂയ. സോ താങ്ക് യു ലോർഡ്. ഹോളി സ്പിരിറ്റിനായി എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞ് ആൾക്കാർക്ക് നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് നിങ്ങൾ ബാപ്റ്റിസം എടുത്താൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ദൈവം തരും. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ വേറെ വ്യക്തിയാകും. നിങ്ങളൊരു ഡിഫറെൻറ്റ് പേഴ്സണാകും. നിങ്ങൾ സെയിം ആയിരിക്കില്ല. പഴയ വിഷമങ്ങളും പഴയ അയ്യോ പാവം പറച്ചിലും പഴയ ചിന്തകളും പഴയ സംസാരവും പഴയ ലുക്കും പഴയ നേച്ചർ സ്വഭാവം അതെല്ലാം മാറിപ്പോകും. നമുക്ക് അടി മുതൽ മുടി വരെ എന്താ പറയുന്നത്, അങ്ങനെ ഒരു മാറ്റമാണ് പറയുന്നത്. ഒരു ടോട്ടൽ ചേഞ്ചാണ് നമ്മൾ വരുന്നത്. ദി ഔട്ട്വേർഡ് ചേഞ്ച് അല്ല, ഇൻവേർഡ് ചേഞ്ച്. അത് വരും. നമ്മുടെ സംസാരത്തിൽ മാറ്റം വരും, നമ്മുടെ മുഖത്ത് തന്നെ ഒരു പ്രകാശം വരും. എന്നാന്ന് ചോദിച്ചാൽ രാവിലെ എണീക്കുമ്പോൾ അയ്യോ ഐ എം സോ ഹാപ്പി, ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്. എനിക്ക് സർവശക്തനായ ദൈവമല്ലേ എന്നിലുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവത്തോട് നടക്കുന്ന കൂടുതൽ സന്തോഷം എന്താണ്? ഇന്ന് ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹൗ ക്യാൻ ഐ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്? ഇതാണ് ഞാൻ എപ്പോഴും അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹോളി സ്പിരിറ്റ് കം upon everybody who is listening to this word in Jesus name. Amen.
God bless you. Have a blessed day.